തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഒക്ടോബർ 18 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. നിയമാവർത്തന പുസ്തകം 11 അധ്യായം 26 മുതൽ 32 വരെയും, യെശയ്യാ പ്രവചനം 41 അധ്യായം 1 മുതൽ 7 വരെയും, ഗലാത്യ ലേഖനം 5 അധ്യായം 16 മുതൽ 26 വരെയും, ലൂക്കാ സുവിശേഷം 8 അധ്യായം 41 മുതൽ 56 വരെയും തിരുവചനങ്ങൾ. വിശുദ്ധ പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. നാം യഥാർത്ഥത്തിൽ രക്ഷ പ്രാപിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണോ? നിയമം അനുഷ്ഠിച്ചാൽ, ആചാരങ്ങളുടെ കടന്നുപോയാൽ രക്ഷ പ്രാപിക്കാൻ കഴിയുമോ? പഴയ നിയമകാലത്ത് നിയമാനുഷ്ഠാനത്തിലൂടെ രക്ഷ കൈവരിക്കാമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. നൽകപ്പെട്ട നിയമമൊക്കെ അതിൻ്റെ ആന്തരികതയിലേക്ക് പ്രവേശിച്ച് ഹൃദയപരമായി വിശ്വാസത്തിൽ ഉയരാൻ വേണ്ടിയുള്ളതായിരുന്നു. നൽകപ്പെട്ട 10 കൽപ്പനകളും ജീവിതത്തിൽ സാഹോദര്യം പുലർത്താൻ, ദൈവത്തിന് കാഴ്ചയായി സ്വയം അർപ്പിക്കാൻ ഓർമ്മപ്പെടുത്തുന്നവയായിരുന്നു. പക്ഷെ അവിടെ ബാഹ്യതലങ്ങൾ നിലനിർത്തിക്കൊണ്ട് നിയമമാണ്, ഇതനുഷ്ഠിക്കുന്നതാണ് രക്ഷയുടെ മാർഗമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. നിയമം മൂലമല്ല രക്ഷ പ്രാപിക്കുന്നത്, ദൈവത്താലാണ് എന്ന പരമാർത്ഥം അവർ ഓർത്തില്ല. ദൈവത്തിന് അനന്ത കരുണയും സ്നേഹവുമാണ് രക്ഷയ്ക്ക് കാരണമായിട്ടുള്ളത്. പഴയ നിയമകാലത്ത് ഇപ്രകാരം നിയമം മുഖേന രക്ഷ പ്രാപിക്കുമെന്ന് കരുതിയിരുന്നവരാണ് യഹൂദർ. നിയമാവർത്തന പുസ്തകം അത് പറയുന്നുണ്ട്. കർത്താവിൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷിക്കും. അതുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം പോലും നിയമാനുഷ്ഠാനമാണെന്ന് അവർ കരുതിയിരുന്നു. ഈ ലോകത്ത് കോടാനുകൂടി വരുന്ന ജനങ്ങളെ മുഴുവൻ പരിപാലിക്കുന്നൊരു ദൈവത്തെക്കുറിച്ചല്ല അവർ ചിന്തിച്ചത്. തങ്ങളുടെ പ്രവൃത്തികൾ നന്മയാവുമ്പോൾ നല്ല വിളവുണ്ടാവും എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ മനുഷ്യൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് മനുഷ്യനോട് പ്രവർത്തിക്കുന്ന ഒരാളായി ദൈവത്തെ അവർ വിലയിരുത്തി. അങ്ങനെ ആചാരം കൊണ്ട്, നിയമത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് തങ്ങൾ നീതീകരിക്കപ്പെടുമെന്ന് അവർ തെറ്റിദ്ധരിച്ചു. ആ നിയമത്തിൻ്റെ അനുഷ്ഠാനവും നീതീകരണവും രക്ഷയ്ക്കുള്ള മാർഗമല്ലെന്ന് അവിടെ നിന്ന് വെളിപ്പെടുത്തി. പ്രവാചകനായ യെശയ്യായിലൂടെ അവിടെ നിന്ന് പറയുന്നുണ്ട്. യെശയ്യാ പ്രതീകാത്മകമായി പറയുന്നുണ്ട്, നിശബ്ദമായി നിന്റെ വാക്ക് കേൾക്കുക. കിഴക്ക് നിന്ന് ഇങ്ങനെ ഒരുവൻ ഉയർത്തിയതാരാണ്? അവൻ്റെ പിന്നാലെ വിജയത്തിൻ്റെ വഴിയിലൂടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. അവൻ ഉയർത്തിയതാരാണ്? അപ്പോൾ ദൈവമാണ് പരമമായ ശക്തിയെന്ന്, അല്ലെങ്കിൽ രക്ഷയെന്ന് യെശയ്യാ പ്രവാചകൻ ഓർമ്മിപ്പിക്കുക. നമ്മുടെ പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ അനന്ത കരുണയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ കരുണയുടെ അനുഭവം നമുക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ നമുക്ക് വിശ്വാസത്തിൽ വരാൻ കഴിയുക? കരുണയാണ് നമ്മോടുള്ളത്. ദൈവത്തിന് അനന്ത കരുണയിലാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ടതും നയിക്കപ്പെടുന്നതും ശുശ്രൂഷിക്കപ്പെടുന്നതും ഈ കരുണയാലാണ്. ദൈവം നമ്മെ നാം അറിയാത്ത ദിക്കിൽ നിന്ന് വിളിച്ചു ചേർത്തതാണ്. എന്നിട്ടോ ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളാക്കി മാറ്റി നമ്മെ ശുശ്രൂഷിക്കാനായിട്ട് പുരോഹിതർ നൽകി. നിരന്തരമായി ക്രിസ്തുവിൻ്റെ യാഗവുമായി നമ്മെ കൂട്ടിയിണക്കുകയാണ് ദൈവം, നാം രക്ഷ അനുഭവിക്കാൻ. അപ്പോൾ അനന്ത കരുണയാണെന്ന് ദൈവത്തിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ആ തിരിച്ചറിവുണ്ടെങ്കിൽ ആത്മാവിൻ്റെ നയിക്കപ്പെടലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. സുവിശേഷത്തെ നമുക്ക് കാണാൻ പറ്റും. 2 പേർ, ശക്തമായ വിശ്വാസം കൊണ്ട് ക്രിസ്തുവിനെ പിൻചെല്ലുന്ന 2 പേർ. ഒന്ന് രക്തസ്രാവക്കാരിയാണ്, ഒന്ന് ജൈറോസാണ്. 2 പേരുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നുണ്ട്. രക്തസ്രാവക്കാരി തൻ്റെ ജീവിതത്തിലെല്ലാം വ്യയം ചെയ്ത് സൗഖ്യമന്വേഷിച്ചു. 12 വർഷക്കാലത്തോളം അതീവ രക്തസ്രാവത്താൽ ദുരിതപൂർണമായ ജീവിതം. അവൾ അപമാനിതയാണ്, പാപിയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്, അശുദ്ധയെന്ന് പറയുകയാണ് എല്ലാവരും. അങ്ങനെ പറയുന്ന ഒരുവൾ അവൻ്റെ വസ്ത്രാഞ്ചലത്തിലൊന്ന് സ്പർശിച്ചു. പുറകെ നടന്ന് വസ്ത്രത്തിലെ തുമ്പിലൊന്ന് തൊട്ടപ്പോൾ അവൾ സുഖം പ്രാപിച്ചു. അവൾ ആചാരാനുഷ്ഠാനം കൊണ്ടല്ല, അവനിലുള്ള ആഴമേറിയ വിശ്വാസം കൊണ്ട് ഇവൻ ദൈവമാണെന്ന്, ഇവൻ എൻ്റെ മേൽ അധികാരമുണ്ടെന്ന്, ഇവൻ എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് അവൾ ഹൃദയം തുറന്ന് വിശ്വസിച്ചു. അത് അവൾക്ക് അനുഭവമായിട്ട് മാറുന്നതാണ് സുവിശേഷത്തെ നമുക്ക് കാണാൻ പറ്റുക. വീണ്ടും ജൈറൂസിൻ്റെ ഭവനത്തിലോ എല്ലാവരും നിഷേധിക്കുമ്പോൾ ക്രിസ്തു ആ കുഞ്ഞിനെ ഉയർപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ അനന്ത സ്നേഹവായ്പാണ്, അനന്ത കാരുണ്യമാണ്. മാനുഷിക പ്രവൃത്തികൾക്ക് പ്രതിഫലമായിട്ടല്ല ദൈവം ഈ 2 പ്രവൃത്തികളും ചെയ്യുക, വിശ്വാസത്തിൻ്റെ പ്രതിഫലമായിട്ടാണ്. ശുരക്ഷം പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും വിശ്വാസത്തിൻ്റെ അനുഭവതലത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നൊരു ജീവിതത്തിലൂടെ പോകാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്ക് നാം വിധേയപ്പെടരുത്, ലോകത്തിൻ്റെ പ്രവൃത്തികൾക്ക് വിധേയപ്പെടരുത്. ലോകത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്? ലോകത്തിൻ്റെ പ്രവൃത്തികൾ നിരന്തരമായി സാമാന്യതകളെ തേടുകയാണ്, നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് കാമ്യമായവയുടെ പുറകെ പോകുന്നു. അതുകൊണ്ടാണല്ലോ വ്യഭിചാരം, അശുദ്ധി, വിഗ്രഹാരാധന തുടങ്ങിയ നിരവധിയായ കുറവുകൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളായിട്ട് ലേഖനം നമ്മോട് പറയുക. യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്നേഹം, ശാന്തി, ദയ, ആനന്ദം, ക്ഷമ, നന്മ, വിശ്വസ്ത, സൗമ്യത, ആത്മസംയമനം, അങ്ങനെ പരിശുദ്ധാത്മഫലങ്ങളിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആത്മാവിൻ്റെ ഫലങ്ങൾക്കനുസരിച്ച് വ്യാപരിക്കലാണ് നമ്മുടെ ദൗത്യം. ശുലക്ഷം പ്രിയപ്പെട്ടവരെ, കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടതെന്നും ആത്മാവ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടെന്നും ഈ ആത്മാവിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് നാം ജീവിക്കണമെന്നും ഹൃദയം കൊണ്ട് ഉറപ്പിക്കാൻ പറ്റണം. അതുകൊണ്ട് ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളിലോ ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങളിലോ മുഴുകിപ്പോകാതെ 2നും മധ്യേ കർത്താവിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വ്യാപരിക്കാൻ നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ആത്മാവ്, ദയയുടെ ആത്മാവ്, സൗമ്യതയുടെ ആത്മാവ്, സമാധാനത്തിൻ്റെ ആത്മാവ്, ആനന്ദത്തിൻ്റെ ആത്മാവ്. ആ ആത്മാവിൻ്റെ പ്രവൃത്തികൾ
ജീവിതത്തിൻ്റെ പ്രവർത്തന വഴിയിൽ അനുഭവപ്പെടുത്താൻ, അവരന് ക്രിസ്തു അനുഭവം പകർന്നു കൊടുക്കാൻ നമുക്കിടയാകണം. അതിനാവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിയമാനുഷ്ഠാനത്തിൻ്റെ ആചാരങ്ങളുടെ ഒക്കെ പിറകെ പായാതെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ക്രിസ്തുവിലായിത്തീരുക എന്നതാണെന്ന ബോധ്യത്തോടെ, ആത്മാവിൻ്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കുകയാണെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.